നമസ്കാരം. LDF വരും, എല്ലാം ശരിയാകും. ഈ ഡയലോഗ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, നമ്മുടെ പിണറായി സർക്കാർ ഒന്നാം തവണ അധികാരത്തിലേറുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പിന് സമയത്ത് ഘോരഘോരം പറഞ്ഞു നടന്നിരുന്ന ആ വാക്യം തന്നെ. LDF വന്നു, തുടർ ഭരണവും കിട്ടി. എന്നാൽ ഒന്നുമൊട്ട് ശരിയായില്ലെന്ന് മാത്രം. ഇതുപോലെ ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതിന്റെ ഒരു ആപ്തവാക്യമായിരുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നത്. നമ്മളെല്ലാവരും ഈ ഡയലോഗ് കേട്ടതുമാണ്. നമുക്കറിയാം, വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്നിട്ടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന തള്ള്. ഇപ്പോഴിതാ ഇടതുണ്ടെങ്കിൽ ഇന്ത്യയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ഉള്ളതെന്ന് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. SKSSF തൃശൂർ ജില്ലാ മുൻ പ്രസിഡന്റ് മുഹമ്മദ് മഹ്റൂഫ് വഫിയാണ് ഇടത് സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത്. ഈ കേസ് ഫയൽ ചെയ്തപ്പോൾ പൊന്നാനി സ്ഥാനാർത്ഥിയായ KS ഹംസ പ്രതിയായി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ലിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനില്ലെന്നും മഹ്റൂഫ് വഫി പറയുന്നു. അതിനാൽ തന്നെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നല്ല, ഇടതുണ്ടെങ്കിലേ കേസുള്ളൂ, ഇടതുണ്ടെങ്കിലേ ചതിയുള്ളൂ എന്നാണ് പറയേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടാതെ കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടും മുഹമ്മദ് മഹ്റൂഫ് വഫി പങ്കുവയ്ക്കുന്നുണ്ട്. നിരവധി പേരാണ് പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും രംഗത്തെത്തുന്നത്. ആദ്യം KS ഹംസ ഉണ്ടാവുകയും പിന്നീട് ഇല്ലാതിരിക്കുകയും ചെയ്ത ഈ മറിമായത്തിനാണ് ഇടത് ബദൽ എന്ന് പറയുന്നതെന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇടത് സർക്കാർ പണ്ടൊക്കെ എന്ത് പറഞ്ഞാലും ജനങ്ങളത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങുമായിരുന്നു. എന്നാൽ സഹാക്കളെ, ഇന്നതല്ല അവസ്ഥ. ജനങ്ങൾ ഓരോ കാര്യവും തിരിച്ചറിയുന്നുണ്ടെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.